Hello students, the remaining part of the module relations contains some very simple ideas. First we are going to represent a relation using matrices and then using graphs, directed graphs. After that we have to define equivalence relations, and the properties connected to equivalence relations are already defined: reflexive, symmetric, transitive, antisymmetric. Such properties we know, and using some of the properties we define equivalence relation. And then finally we have to define lattice. So let us come to the first idea of representing a relation using a matrix. For example, consider A equal to set 1, 2, 3, B equal to set 1, 2, and the relation R given by the rule set of all ordered by AB with A greater than B, A element of A, B element of B. You know that the relation R can be listed as, when we consider first element of A cross B, relation is a subset of A cross B. 1, 1 is a first ordered pair. When we consider 1, 1, A equal to 1, B equal to 1. Capital A elementsine small letter A ഉപയോഗിച്ചും capital B elementsine small letter B ഉപയോഗിച്ചും denote ചെയ്യുന്നു. അപ്പോൾ 1, 1, A1, B1, A greater than B condition satisfied അല്ല. 1, 1 അവിടെ ഇല്ല. 1, 2 എടുത്താലും 1, 2 എയിലെ 1 വെച്ച് ഫോം ചെയ്യാവുന്നതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ 1, 2 എടുത്താൽ A greater than B. ക്യാപിറ്റൽ എയിലെ എലമെന്റ് വലുതായിരിക്കണം, അതും ഇല്ല. പിന്നെ ഉള്ളത് 2, 1ലാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. 2, 1ൽ 2 greater than 1. അപ്പോൾ 2, 1 ഇവിടെ ഉണ്ട്. ഈ റൂൾസ് നോക്കി നമ്മൾ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യുക. 2, 2 ഈക്വൽ ആണ്, ഇല്ല. ദെൻ 3, 1 3 വലുതാണ്. 3, 2 3 വലുതാണ്. ക്യാപിറ്റൽ എയിലെ എലമെന്റ്സ് വലുതാണെങ്കിൽ സ്ട്രിക്ട്ലി വലുതാവണം, ഈക്വൽ ആയാലും പറ്റില്ല. നമ്മുടെ റിലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് നമ്മുടെ റൂള്. ദെൻ to form the matrix of the relation, matrix M of the relation R. MR is, first of all we have to find the order of the matrix. A, B അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ എയിൽ 3 എലമെന്റ്സും ബിയിൽ 2 എലമെന്റ്സും. Then we list the elements of A here, 1, 2, 3. Elements of B here, 1, 2. Then ordered pair 1, 1. 1, 1 റിലേഷനിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ 0 എന്ന് കൊടുക്കും. അറിയാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് 1, 2, 1, 2, 3 ഒക്കെ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഫസ്റ്റ് എൻട്രി ഈ 0. 1, 2 നോക്കുമ്പം അതും ഇല്ല, 0. 2, 1 ഉണ്ട്, 2, 2 ഇല്ല. 3, 1 ഓർഡേഡ് പെയർ ഉണ്ട്, 3, 2 ഓർഡേഡ് പെയർ ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്കിതിനെ എഴുതാം. 1, 2, 3 എയിലെ പൊസിഷൻ ഇവിടെ കൊടുക്കുക, 1, 2 ബിയിലെ പൊസിഷൻ ഇവിടെ കൊടുക്കുക. 1, 1 നോക്കുക, എ ഗ്രേറ്റർ ദാൻ ബി റൂൾ വാലിഡ് അല്ല. 1, 2 നോക്കുക, എ ഗ്രേറ്റർ ദാൻ ബി റൂൾ വാലിഡ് അല്ല, അവിടെ രണ്ടും 0. 2, 1 നോക്കുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ 1 റൂൾ വാലിഡ് ആണ്, റിലേഷനിലുണ്ട് 1. അപ്പോൾ അങ്ങനെ നമുക്ക് മെട്രിക്സ് എളുപ്പത്തിൽ ഇതുപോലും എഴുതാതെ റൂൾ അറിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ദിസ് ഈസ് എ മെട്രിക്സ് corresponding to a relation, and we have to define the matrix of a relation generally. Here A has 3 elements, B has 2 elements. Order of the matrix 3/2 എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അതായിരിക്കും നമ്പർ ഓഫ് റോസ്, ബിക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അതായിരിക്കും നമ്പർ ഓഫ് കോളംസ്. Now suppose that we have A with m elements, A1, A2, etc. AM general ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ആൻഡ് ബി വിത്ത് n elements, B1, B2, etc. Bn. Then what will be the order of the matrix of a relation R on A cross B is defined by some rule. A cross Bയിൽ A ആണ് ആദ്യത്തെ സെറ്റ്, അവിടെ m elements, B രണ്ടാമത്തെ സെറ്റ്, അവിടെ n elements. ആ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ പറയാം. എ ആണ് നമ്മൾ ഈ സൈഡിൽ എഴുതുക, നമ്പർ ഓഫ് റോസ് m, നമ്പർ ഓഫ് കോളംസ് n. R on AB is a matrix of order m by n. MR will be a matrix of order m by n, and it can be defined by MR equal to, ഈ മെട്രിക്സ് കണ്ടില്ലേ ഇവിടെ 2 എൻട്രീസ് അല്ലേ ഉള്ളൂ, 0യും 1ഉം. MR equal to 0 if ഇത് A1, A2, AM എന്നാണ് അവിടുത്തെ എലമെന്റ്സ് പറഞ്ഞിരിക്കുന്നത്. AIJ എന്നാണ് മെട്രിക്സിലെ എലമെന്റിനെ എഴുതുക എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ AIJ എഴുതുമ്പോൾ AIയും BJയും ആണ്. ഈ എഴുതിയ സ്ഥാനത്ത് A1, A2, etc. AM എന്നും, ഈ എഴുതിയെടുത്ത് B1, B2, etc. BN എന്നുമാണ് നമുക്ക് എഴുതാനുള്ളത്. A1, B1
AIBJ റിലേഷനിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 0. If AIBJ is a member of the relation element of R, then 1. This will be the rule. M by N matrix with this rule will define the matrix of a relation. Notes നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. A with M elements A1 A2 AM, B with N elements B1 B2 Bn. Relation R can be represented using an M by N matrix, and MR can be written as Mij, where entry Mij equal to 1 if AIBJ is a member of R and equal to 0 if AIBJ not a member of R. ഇതാണ് റൂൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മെട്രിക്സ് 1 or 0 എൻട്രീസ് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് എഴുതാൻ എളുപ്പത്തിലാണ്. സൈഡിൽ എയിലെ എലമെൻറ്റ്സ്, പൊക്കത്തിൽ ബിയിലെ എലമെൻറ്റ്സ് ഒക്കെ എഴുതി വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. AIBJ ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർ. ഇനി ഇത് തിരിച്ചും ചോദിക്കാം. A equal to A1 A2 A3, B equal to B1 B2 etc. B5, and then the order of the matrix. What will be the order of the matrix corresponding to a relation on A cross B? എന്തായിരിക്കും? ഇവിടെ 3, ഇവിടെ 5. അപ്പോൾ 3/5, 3 റോസും 5 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. ആൻഡ് ഗിവൺ ദ മെട്രിക്സ് ഓഫ് ദ റിലേഷൻ, ഒരു റിലേഷൻ്റെ മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ ക്യാൻ യു റൈറ്റ് ദ റിലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ A1 A2 A3 ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കുക. B1 ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇവിടെ A1 A2 A3, ഇവിടെ B1 B2 B3 എന്നൊക്കെ എഴുതി വെക്കാം. എന്നിട്ട് ഇവിടെ A1 B1ൻ്റെ പൊസിഷൻ 0 ആണ്, അതില്ല. A1 B2ൻ്റെ പൊസിഷനിൽ 1 ഉണ്ട്. A1 B2 ഈസ് എ മെമ്പർ. പിന്നെ A1 ചേർത്തൊന്നുമില്ല. A2 ചേർത്ത് A2 B1 ഉണ്ട്, A2 B3 ഉണ്ട്, A2 B4 ഉണ്ട്, A3 B1 ഉണ്ട്, A3 B3 ഉണ്ട്, A3 B5 ഉണ്ട്. അപ്പോൾ 1 വരുന്ന പൊസിഷൻ നോക്കി എഴുതുക. അതിന് ലെഫ്റ്റ് സൈഡിലും ടോപ്പിലും സെറ്റിലെ എലമെൻറ്റ്സ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് തിരിച്ചും മറിച്ചുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ഓൺ സീയിങ് ദ എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ് വി ക്യാൻ ഫൈൻഡ് വെദർ ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ആൻറ്റി സിമെട്രിക്. റിഫ്ലെക്സീവ് ആകുന്ന എപ്പോഴാണ്? അത് പറയുന്നത് റിലേഷൻ ഓൺ എ സെറ്റ് എക്രോസ് എയിലെ റിലേഷൻസിനാണ് നമ്മൾ റിഫ്ലെക്സീവ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് റിഫ്ലെക്സീവ് ആവുക? എല്ലാ എ എലമെൻറ്റ് ഓഫ് എക്കും ഓർഡേർഡ് പെയർ എ ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഐ എന്ന സഫിക്സ് ചേർത്ത് പറയുവാണെങ്കിൽ AII ഉണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ മെട്രിസസ് ആയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ സ്ക്വയർ മെട്രിസസ് ആയിരിക്കും. എയിൽ തന്നെയാണെങ്കിൽ എയിൽ എലമെൻറ്റ്സ് ആണ് ഇവിടെയും ടോപ്പിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എയിലെ തന്നെ സെയിം നമ്പർ ആണ്. ദാറ്റ് വിൽ ബി എ സ്ക്വയർ മെട്രിക്സ്. ആൻഡ് A1 A1 A2 A2 അങ്ങനെയൊക്കെ എൻട്രി അതുപോലത്തെ എല്ലാം ഉണ്ടെങ്കിൽ എയിൽ തന്നെ എലമെൻറ്റ്സ് ആണ് A1 A1 A2 A2 A3 A3 AN AN. അത് ഡയഗണൽ എൻട്രീസ് ആണ്. എല്ലാം വരണമെങ്കിൽ ഡയഗണൽ എൻട്രീസ് 1 ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ MII മെട്രിക്സിലെ എൻട്രീസ് പറഞ്ഞാൽ MII ഈക്വൽ ടു 1 ഫോർ ഓൾ I ഈക്വൽ ടു 1 2 എക്സെട്ര N. എയിലെ മെമ്പേഴ്സിനനുസരിച്ചാണ് ഈ I ഈക്വൽ ടു 1 2 എക്സെട്ര. എയിലെ മെമ്പേഴ്സിനെ നമ്മൾ സഫിക്സ് 1 2 എക്സെട്ര A1 A2 എക്സെട്ര AN എഴുതിയാലാണ് ഇങ്ങനെ പറയാൻ സാധിക്കും. N എലമെൻറ്റ്സ് ഉണ്ട്. ആദ്യത്തതിനെ A1 റീനെയിം ചെയ്യുക, അല്ലെങ്കിൽ അവസാനത്തത് AN, അങ്ങനെ ഒരു ഓർഡറിൽ റീനെയിം ചെയ്യുക. അപ്പോൾ എല്ലാ ഡയഗണൽ എൻട്രീസും 1 ആണെങ്കിൽ റിഫ്ലെക്സീവ് ആയിരിക്കും. ഇനി സിമട്രി എന്നാന്ന് നിങ്ങൾക്ക് അറിയാം. സിമട്രിക് എന്ന് പറയുന്നത് എന്താ? AB ഉള്ളപ്പം BA ഉണ്ടാകണം. അപ്പം നമ്മൾ AIBJ എന്നാണ് പറയുന്നത്. ഒരേ എയിലാണ് ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ AIAJ ഉള്ളപ്പം AJ AIയും ഉണ്ടെങ്കിൽ അത് സിമട്രിക് എന്ന് പറയാം. AIAJ AJ A1 ഉള്ളപ്പോൾ A1 A2 ഉള്ളപ്പം A2 A1 ഉണ്ടാകണം. അപ്പോൾ അത് ഡയഗണലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള എലമെൻറ്റ്സ് ആണ്. ഉള്ളപ്പോൾ ഉണ്ടാവണം, ഇല്ലാത്തപ്പം രണ്ടും ഒരുപോലെ 0 ആവണം. അല്ലെങ്കിൽ ഈ മെട്രിക്സ് തന്നെ സിമട്രിക് ആണോ എന്നുള്ളതാണ്. സിമട്രിക് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് അതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള എളുപ്പം. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആയിരിക്കും. സിമട്രിക് ആണെങ്കിൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അതേ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ മെട്രിക്സ് നോക്കി സിമട്രി പറയാൻ എളുപ്പമാണ്. ആൻറ്റി സിമട്രി എന്ന് പറയുന്നത് എന്താണ്? AB ഉള്ളപ്പം ABയും BAയും ഉള്ളപ്പോൾ Aയും Bയും ഈക്വൽ ആണ്. അല്ലെങ്കിൽ രണ്ട് കമ്പോണൻസ് ഈക്വൽ ആകുമ്പോൾ മാത്രമേ അത് രണ്ടും ഉള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാകാൻ പാടില്ല. A1 A2 ഉള്ളപ്പം
A2 A1 ഉണ്ടാകാൻ പാടില്ല. അല്ല A1 A2 M12 എന്നുള്ള പൊസിഷൻ 1 ആകുമ്പോൾ M21 എന്നുള്ള പൊസിഷൻ 0 ആവണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. എയ്തർ Mij or Mji ഈക്വൽ ടു 0 or 1. രണ്ടും കൂടെ ഒരുമിച്ച് 1 ആകത്തില്ല, രണ്ടും ഒരുമിച്ച് 0 ആകത്തില്ല. അല്ലെ MI എന്നുള്ള പൊസിഷൻ ആയിരിക്കണം. ഡയഗണൽ എൻട്രീസിൽ ഈ കാര്യം നമുക്ക് നോക്കേണ്ടതില്ല. മറ്റ് എൻട്രീസിന്റെ കാര്യത്തിലാണ് ഇത്. നമുക്ക് ഡയഗണൽ എൻട്രീസ് 1 or 0 ഒക്കെ ആകാം. എ ബിയും ബി എയും ഒരുമിച്ച് വരുന്ന പോസിബിലിറ്റി ഡയഗണൽ എൻട്രീസിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്ത് എ ബി വന്നാൽ ബി എ വരത്തില്ല, A1 A2 വന്നാൽ A2 A1 വരത്തില്ല. അപ്പൊ M12 1 ആണെങ്കിൽ M21 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കുക. ഒരെണ്ണം ഉണ്ടെങ്കിൽ മറ്റേത് വരില്ല എന്നുള്ളതാണ് നമ്മൾ. എയ്തർ Mij or Mji ഈക്വൽ ടു 0. രണ്ടും 0 ആകുന്നതിന് നമുക്ക് കുഴപ്പമില്ല. എയ്തർ Mij or Mji ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനോടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആന്റി സിമെട്രിക് ആയിരിക്കും. അങ്ങനെ മെട്രിക്സ് നോക്കി നമുക്ക് പെട്ടെന്ന് പറയാം. ഇത് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിഫ്ലെക്സീവ് സിമെട്രിക് ഒക്കെ പറയുന്ന കേസിൽ മെട്രിക്സ് എ ക്രോസ് എയിൽ ഡിഫൈൻ ചെയ്തതായിരിക്കും കേട്ടോ. എയും ബിയും ഡിഫറെന്റ് ആയിരിക്കത്തില്ല. ഇവിടെ കണ്ടോ 3/3 മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. റിലേഷൻ ഓൺ എ ഈസ് സെറ്റ് ടു ബി റിഫ്ലെക്സീവ്, ആന്റി സിമെട്രിക്, ട്രാൻസിറ്റീവ്, സിമെട്രിക്. അതൊക്കെ നമ്മൾ പറയുന്നത് എയിൽ എ ക്രോസ് എയുടെ സബ്സെറ്റ്സ് ആയിട്ട് വരുന്ന റിലേഷനിലാണ്. എയും ബിയും രണ്ടായിട്ട് വരുന്ന സെറ്റുകളല്ല, ഒരേ സെറ്റാണ് റിലേഷന്റെ രണ്ടു ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രം ടു, രണ്ടും ഒരേ സെറ്റുകളാണ് എന്ന് ഉള്ളത് മനസ്സിലാക്കുക. ഈ റിലേഷൻ നോക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും അധികം എഴുതി നോക്കണ്ട, ഒത്തിരി ഒന്നും ചെക്ക് ചെയ്യേണ്ട. ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആണ്, അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു റീസൺ മാത്രം പറഞ്ഞാൽ മതി. മെയിൻ ഡയഗണൽ, ദിസ് ഇസ് മെയിൻ ഡയഗണൽ ആൻഡ് ദിസ് ഇസ് കോൾഡ് ഓഫ് ഡയഗണൽ. മെയിൻ ഡയഗണൽ 1 ആണ് എന്ന് നോക്കിയാൽ മതി. ഇനി ഈ റിലേഷന്റെ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി നോക്കുക. ട്രാൻസ്പോസ് എഴുതാൻ കോളവും റോയും ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 1 1 0 എന്നുള്ളത് ഫസ്റ്റ് കോളാവും, 1 1 1 എന്നുള്ളത് സെക്കൻഡ് കോളാവും, 0 1 1 എന്നുള്ളത് തേർഡ് കോളാവും. അങ്ങനെയാണെങ്കിൽ അത് സെയിം മെട്രിക്സ് തന്നെയാണ്. MRും MR ട്രാൻസ്പോസും ഈക്വൽ ആണ്, അതുകൊണ്ട് അത് സിമെട്രിക് ആണ് എന്ന് നമുക്ക് പറയാം. ആന്റി സിമെട്രിക് പരിഗണിക്കുമ്പം M12 ഈ എൻട്രി ആണ്, അത് 1 ആണ്. M21 എന്ന് പറയുന്നത് 1 ആണ്. രണ്ടും ഒരുമിച്ച് 1 ആകാൻ പറ്റത്തില്ല. എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ബി എ നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആന്റി സിമെട്രിക്. എ ബി ബി എ ഒരുമിച്ച് വരുമ്പോൾ എ ഈക്വൽ ടു ബി ആകണം. ഇത് രണ്ടും A1 A2ഉം A2 A1ഉം ആണ്. A1 A2 ഈക്വൽ അല്ല, ഈക്വൽ ആയിരുന്നത് ഡയഗണലിലേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് ആന്റി സിമെട്രിക്. അപ്പം അങ്ങനെ നോക്കിയാൽ മതി. ഇതിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. A1 A3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, A3 A1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0. രണ്ടും 0 വരുന്നതിന് പ്രശ്നമില്ല. രണ്ടും ഒരുമിച്ച് 1 വരരുത്. ഇവിടെയും പ്രശ്നമുണ്ട്. A2 A3യും A3 A2ഉം വരുമ്പോഴും രണ്ടും ഒരുമിച്ച് 1 വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻ കോമൺ ആയിട്ട് പറയുമ്പോൾ ആന്റി സിമെട്രിക് അല്ല എന്ന് പറയേണ്ടി വരും. അപ്പം അതാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി R1 R2 രണ്ട് റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ R1 യൂണിയൻ R2ൻ്റെയും R1 ഇന്റർസെക്ഷൻ R2ൻ്റെയും മെട്രിസസ് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. R1 യൂണിയൻ R2 ഈസ് എ റിലേഷൻ, R1 ഇന്റർസെക്ഷൻ R2 ഈസ് എ റിലേഷൻ. R1 യൂണിയൻ R2, R1 യൂണിയൻ R2ൻ്റെ മെട്രിക്സ് MR1 ജോയിൻ MR2, MR1 ഇന്റർസെക്ഷൻ R2, MR1 ഇന്റർസെക്ഷൻ MR2. അതിൽ അന്നേരം നമ്മൾ അറിയേണ്ടത് 1 ജോയിൻ 1 എന്താണ്, 1 ജോയിൻ 0 എന്താണ്, 0 ജോയിൻ 1 എന്താണ് എന്നുള്ളതാണ്. ജോയിൻ ആകുമ്പോൾ 1 എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് 1 ആണ്. 1 ജോയിൻ 1 ഈക്വൽ ടു 1, 1 ജോയിൻ 0 ഈക്വൽ ടു 1, 0 ജോയിൻ 1 ഈക്വൽ ടു 1. 0 ജോയിൻ 0 മാത്രമേ ഇവിടെ 0 ആകത്തുള്ളൂ. ഇനി ഇന്റർസെക്ഷനിലേക്ക് വരുമ്പോൾ 1 ഇന്റർസെക്ഷൻ തിരിച്ച് 1 ഇന്റർസെക്ഷൻ 1 മാത്രമേ 1 ആകത്തുള്ളൂ. 1 ഇന്റർസെക്ഷൻ 0 0 ആയിരിക്കും, 0 ഇന്റർസെക്ഷൻ 1 0 ആയിരിക്കും, 0 ഇന്റർസെക്ഷൻ 0 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മെട്രിസസ് ഓഫ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഹിയർ വി ആർ ഗിവൺ MR1 ആൻഡ് MR2. MR1 ജോയിൻ MR2, MR1 യൂണിയൻ R2 തരും. അപ്പോൾ വളരെ എളുപ്പമാണ്. 1ഉം 1ഉം ആകുമ്പോൾ 1, 0യും 0യും ആകുമ്പോൾ 0, 1ഉം 1ഉം ആകുമ്പോൾ 1. 1ഉം 0യും ജോയിൻ വരുമ്പോൾ നമുക്ക് 1 കിട്ടും. 0യും 1ഉം ജോയിൻ വരുമ്പോൾ 1 കിട്ടും, 0യും 1ഉം ജോയിൻ വരുമ്പോൾ 1 കിട്ടും. അങ്ങനെ എലമെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റർസെക്ഷനിലേക്ക് വരുമ്പോൾ 1 ഇന്റർസെക്ഷൻ 1 1, 0 ഇന്റർസെക്ഷൻ 0 0, അടുത്ത 1 ഇന്റർസെക്ഷൻ 1 1, പിന്നെ 1 ഇന്റർസെക്ഷൻ 0. ഇന്റർസെക്ഷൻ രണ്ടും കോമൺ ആണെങ്കിലേ വരത്തുള്ളൂ. 1 ഇന്റർസെക്ഷൻ 0 വന്നപ്പോൾ അത് 0 ആയി.
ആ റോയിൽ എല്ലായിടത്തും അങ്ങനെയാണ്. 0